ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ളൊരു ബ്രെഡ് കൊണ്ടൊരു സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ, ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. 4 സൈഡ്സും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതവിടെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമ്മളതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞ ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. കുറച്ച് മതി ക്യാപ്സിക്കം, അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇടുന്നത് കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളക് ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ, അത് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ്. അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. ഇനി അതിലേക്ക് മയോണൈസാണ്, ഒരു 1/2 കപ്പോളം മയോണൈസ് ഒഴിക്കുക. അതിങ്ങനെ നന്നായി കവർ ചെയ്ത് കിട്ടണം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി അതിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായി മിക്സ് ആയതിന് ശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫില്ലിങ് നന്നായി എല്ലാ വശത്തും എത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബ്രെഡ് വെച്ചിട്ട് അതിന് മേലെ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഏതാണ്ട് റെഡി ആയിട്ടോ. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് ചിരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, ഒരു നേരം നമുക്ക് വിശപ്പ് മാറുന്ന രീതിക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.